മലപ്പുറത്തു നിന്നും ഹിന്ദുവിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു. പുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ തീർത്ഥക്കിണർ അശുദ്ധമാക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. തേഞ്ഞിപ്പലം കൊളത്തോട് മോലഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിന്റെ തീർത്ഥക്കിണർ അശുദ്ധമാക്കാൻ ശ്രമം നടന്നു. ക്ഷേത്രക്കിണറിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഗ്രില്ലും വലയും ഇളക്കി മാറ്റിയാണ് ശുദ്ധി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നത്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കിണറ്റിലെ ജലം ഉപയോഗിക്കുന്നത് ക്ഷേത്രം ശ്രീകോവിലിലെ ആവശ്യത്തിനു വേണ്ടി മാത്രമാണ്. 100 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ശ്രമം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. 1 നൂറ്റാണ്ടിലധികമായി തീർത്ഥക്കിണറിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ജലം എത്തിച്ചിരുന്നത്. ശ്രീകോവിലിലെ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്നതും ഇവിടെ നിന്ന് ശേഖരിക്കുന്ന ജലമാണ്. ക്ഷേത്രവും കിണറുമായി 50 മീറ്ററിന്റെ ദൂരവ്യത്യാസമാണുള്ളത്. കിണറിന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് സമീപ വീടുമായുള്ള തർക്കം കോടതിയുടെ പരിഗണനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ സ്റ്റേയും നിലവിലുണ്ട്. ഈ മാസം 21-ന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പുതിയ സംഭവ വികാസം. നിലവിൽ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് ജലം ശേഖരിക്കാൻ കഴിയാത്ത രീതിയിൽ വഴി പൂർണ്ണമായും കല്ലുകൊണ്ട് മൂടിയിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി ഉണ്ടായില്ല എങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം. നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രവും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ പവിത്രമായി കരുതുന്ന വിശ്വാസി സമൂഹത്തിനൊരു വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ് മലപ്പുറത്തെ ഈ സംഭവം. മലപ്പുറത്ത് പലപ്പോഴും ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ പതിവാണ്. നേരത്തെ മലപ്പുറത്തു നിന്ന് ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ വർഷങ്ങളായി സ്ഥിതി ചെയ്യുന്ന തളി ശിവക്ഷേത്രം അവിടെ നിന്നും അപ്രത്യക്ഷമായി എന്നതായിരുന്നു ഒരു വാർത്ത. പകരം അവിടെ ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത് ഒരു മുസ്ലിം പള്ളി ഉയരുകയാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന കാഞ്ഞിരമുക്ക് തളി ശിവക്ഷേത്രമാണ് മുസ്ലിം പള്ളിയായി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നത്. മാധ്യമപ്രവർത്തകനായ ദിനേശ് തരൂർ തന്റെ ഫേസ്ബുക്കിലാണ് ഗുരുതരമായ ഈ വിഷയം ഉന്നയിച്ചത്. ഒരിക്കൽ അവിടെ സന്ദർശിച്ചപ്പോൾ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ വീണ്ടും സന്ദർശിച്ചപ്പോൾ അമ്പലത്തിന്റെ സ്ഥാനത്ത് പള്ളി ഉയരുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. പ്രധാന പ്രതിഷ്ഠയായ ശിവക്ഷേത്രത്തിന് പുറമെ ഉപദേവതകൾ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് കാഞ്ഞിരമുക്ക് ക്ഷേത്രം. ഈ ക്ഷേത്രം എങ്ങനെ അന്യാധീനപ്പെട്ടു എന്ന ആശങ്കയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നത്. ഈ വിവരം പുറത്തു വന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള അന്വേഷണവുമായി പല പൊതുപ്രവർത്തകരും അതുപോലെ വിശിഷ്ടരായ പല വ്യക്തികളും മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും മലപ്പുറം പോലെയുള്ള ഒരു സ്ഥലം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം കൂടുതൽ സാന്ദ്രത ഉള്ള പ്രദേശമാണെങ്കിൽ പോലും അവിടെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി മതസൗഹാർദ്ദപരമായി കഴിയുന്ന കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ തീർത്ഥക്കിണർ അശുദ്ധമാക്കിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ എല്ലാം പൊതുവെ ആശങ്കയിലാണ്. അത് ആരെങ്കിലും ചെയ്തതാണ് എന്നല്ല അവർ ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഭാഗത്തിന് നേരെ മാത്രം ആക്രമണങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ മാത്രം ആക്രമണങ്ങളും അതുപോലെ വിവേചനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് മാത്രമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അറിയാനുള്ളത്. എന്തായാലും എല്ലാ പരിഭവങ്ങളും മാറി, എല്ലാ പിണക്കങ്ങളും മാറി, എല്ലാ സ്പർദ്ധകളും മാറി മലപ്പുറത്ത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഇടവരട്ടെ. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകട്ടെ, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് സംസ്ഥാനം മുഴുവൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.